ആമിനയുടെയും അബ്ദുള്ളയുടെയും മധുവിധുവിൻ്റെ സുന്ദര സുമോഹന സുരഭില നിമിഷങ്ങൾ തങ്ങളറിയാതെ കടന്നുപോയി. ദിവസങ്ങൾ പിന്നിട്ടിട്ടേയുള്ളൂ. മധുവിധുവിൻ്റെ നറുമണം മാറിയിട്ടില്ല. അപ്പോഴേക്കഥ അബ്ദുള്ളക്കൊരു നിർദ്ദേശം ലഭിച്ചു. അബ്ദുള്ള ഷാമിലേക്കുള്ള വർത്തക സംഘത്തോടൊപ്പം പുറപ്പെടണം. അബ്ദുള്ള ആമിനയുടെ അടുത്ത് വന്നു. പ്രിയതമയുമായി താൽക്കാലികമെങ്കിലും വേർപിരിയുന്നതിൻ്റെ വിരഹദുഃഖം മനസ്സിൽ ഒതുക്കിപ്പിടിച്ചുകൊണ്ട് ആമിനയോട് പറഞ്ഞു, ആമിന, ഒരൽപ്പം ദിവസത്തേക്ക് നമുക്ക് പിരിയാം. ഷാമിലേക്കുള്ള വർത്തക സംഘത്തോടൊപ്പം പുറപ്പെടാൻ എനിക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. കനലിരിയുന്ന മനസ്സിൽ വിരഹത്തിൻ്റെ വ്യതകൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ആമിന സസന്തോഷം പ്രിയതമന് യാത്രയയപ്പ് നൽകി. വർത്തക സംഘം മക്കയിൽ നിന്ന് പുറപ്പെട്ടു. മക്കയുടെ അതിർത്തി വിട്ടുകിടക്കുന്നത് വരെ നിറകണ്ണുകളോടെ ആമിന അത് നോക്കി നിന്നു. വർത്തക സംഘം ഷാം ലക്ഷ്യമാക്കി നടന്നു നീങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞില്ല. ആമിനയിൽ ഗർഭത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. ആമിന അതീവ സന്തോഷവതിയായി. ഈ സുവിശേഷ വാർത്ത ചിറകുവെച്ച് പറന്ന് എന്നുകൊണ്ട് തൻ്റെ പ്രിയതമനെ അറിയിക്കാൻ തനിക്ക് കഴിഞ്ഞെങ്കിൽ ആമിന ആഗ്രഹിച്ചു. പക്ഷേ എന്തു ചെയ്യാൻ? മനസ്സിൽ പ്രതീക്ഷയുടെയും ആകാംക്ഷയുടെയും തിരുനാളം കത്തിച്ചു വെച്ച് തൻ്റെ പ്രിയതമൻ്റെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ചുകൊണ്ട് ആമിന ദിവസങ്ങൾ എണ്ണി നീക്കി. ഒരു ദിവസം അബ്ദുൽ മുത്തലിബിനെ കൂട്ടി തൻ്റെ പ്രിയ പിതാവ് വഹബ് മകളുടെ അടുത്തേക്ക് ചെന്നു. മോളെ ആമിന, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരു കാര്യം നിന്നോട് പറയട്ടെ. അബ്ദുള്ളയും സംഘവും ഷാമിൽ നിന്ന് തിരിച്ച് യസ്രിബിലെത്തിയിട്ടുണ്ട്. അന്നത്തെ മദീനയുടെ പേര് യസ്രിബ് എന്നായിരുന്നു. യസ്രിബിൽ വെച്ചുകൊണ്ട് അബ്ദുള്ളക്ക് ചെറിയൊരു അസുഖം പിടിപെട്ടിട്ടുണ്ട്. മാതൃ കുടുംബം ബനുന്നജാർ യസ്രിബിലാണല്ലോ ഉള്ളത്. മാതൃ സഹോദരന്മാരുടെ അടുക്കൽ, അമ്മാമന്മാരുടെ അടുക്കൽ രോഗ ചികിത്സയ്ക്കു വേണ്ടി അബ്ദുള്ള അവിടെ വിശ്രമിക്കുകയാണ്. പല ചികിത്സകളും നടത്തി നോക്കി. പക്ഷേ ഫലം കണ്ടില്ല. ആ ചെറുപ്പക്കാരൻ എന്നേക്കുമായി ഈ ലോകത്തോട് വിട പറഞ്ഞു. അല്പസമയത്തിന് ശേഷം ആ ദുഃഖവാർത്ത തൻ്റെ കാതിലേക്കൊരു ഇടിമുഴക്കം പോലെ എത്തി. തൻ്റെ പ്രിയതമൻ എന്നേക്കുമായി ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. ആമിന ദുഃഖം താങ്ങാതെ കടലിൽ മുങ്ങിപ്പോയി. അബ്ദുള്ളയുടെ വിയോഗ സമയം ആമിന 2 മാസം ഗർഭിണിയായിരുന്നു. അള്ളാഹുവെ, എൻ്റെ ഈ ഉദരത്തിലുള്ള കുഞ്ഞ് പിറവിയെടുക്കുന്നതിന് മുമ്പ് തന്നെ അനാഥനായല്ലോ. മധുവിധുവിൻ്റെ നറുമണം തീരുന്നതിന് മുമ്പേ വൈധവ്യത്തിൻ്റെ കയ്പുനീർ കുടിക്കേണ്ടി വന്നല്ലോ. ദുഃഖത്തിൻ്റെ കനലെരിയുന്ന മനസ്സുമായി ആമിന ദിനങ്ങൾ തള്ളി നീക്കി. എങ്കിലും ലോകത്തിൻ്റെ നേതാവായ ഒരു കുഞ്ഞിന് താൻ ജന്മം നൽകാൻ പോകുന്നു എന്ന സന്തോഷം ആമിനക്ക് എല്ലാം മറക്കാൻ സഹായകമായിരുന്നു. ലോകത്തിന് പ്രകാശം പരത്തുന്ന ലോകത്തിൻ്റെ നേതാവായ ആ കുഞ്ഞിന് ജന്മം നൽകാനുള്ള സമയം അടുത്തു വന്നു. ആ ആശ്ചര്യജനകമായ ആവേശകരമായ ആ ജന്മത്തിന് നമുക്ക് സന്തോഷപൂർവം കാത്തിരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.